ഇന്ന് ലോക ക്ഷീരദിനം. ഒരു ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചും ഈ ദിനം പ്രധാനമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീര വ്യവസായം. ഒപ്പം തന്നെ ഒരു സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. ഒരു ആഗോള ഭക്ഷണമാണിത്. അത് തിരിച്ചറിയുന്നതിന് കൂടിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ 2001 മുതൽ എല്ലാ വർഷവും ജൂൺ 1 ഇത് ആചരിച്ചു വരുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നിരവധി ആളുകൾക്ക് ഒരു ജീവനോപാധി കൂടിയാണിത്. കൂടാതെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം എത്രത്തോളം സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമുൽ എന്ന പേരിൽ വളർന്ന് പടർന്ന് പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വിയർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു. ആഹാരത്തിന്റെ ഗുണനിലവാരത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുതൽ പാലുൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഇന്ന് ആവശ്യക്കാർ ഏറുകയാണ്. ഒരുപക്ഷെ ചെറുകിട വ്യവസായ സംരംഭകരെ അടക്കം മികച്ച നിലയിലേക്ക് ഉയർത്താൻ ക്ഷീര വ്യവസായത്തിന് സാധിച്ചു എന്നതാണ് സത്യം. വർഷ വിജയൻ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.